ഹായ് ഫ്രണ്ട്സ്, റോഷ്നീസ് ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീർ ബഹൂട്ടിയുടെ പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പാഠഭാഗം കഴിഞ്ഞു, അർത്ഥവും ചോദ്യോത്തരങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ഞാൻ മലയാള ആശയം പറഞ്ഞതിന് ശേഷം പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വാക്യ പിരമിഡാണ്. വാക്യ പിരമിഡിൽ ഇവിടെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ദുകാൻ പർ പഹൂഞ്ചെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് രണ്ടിടത്ത് നമുക്ക് എഴുതി ചേർക്കണം. ആ ദുകാൻ പർ പഹൂഞ്ചെ എന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ വിപുലീകരിച്ചെഴുതാം? ദോനോം ദുകാൻ പഹൂഞ്ചെ ഒരു വരിയായില്ലേ? സ്യാഹി ഭർനെ കെലിയെ ദുകാൻ, ദോനോം ദുകാൻ പഹൂഞ്ചെ. മഷി നിറയ്ക്കാൻ രണ്ടുപേരും കടയിലെത്തി. നൈ സ്യാഹി ഭർനെ ദോനോം ദുകാൻ പഹൂഞ്ചെ. പെന്നിൽ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലേക്ക് പോയി. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിപുലീകരിക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗത്ത് എന്താ ഉള്ളത്? വാക്യ പിരമിഡാണ്. ആ വാക്യ പിരമിഡിനെ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വികസിപ്പിക്കാം. ഇവിടെ ദുകാൻ പർ പഹൂഞ്ചെ, ദോനോം ദുകാൻ പഹൂഞ്ചെ, സ്യാഹി ഭർനെ കെ ലിയെ ദോനോം ദുകാൻ പഹൂഞ്ചെ, നൈ സ്യാഹി ഭർനെ ദോനോം ദുകാൻ പഹൂഞ്ചെ. അങ്ങനെ 4 വാക്യങ്ങൾ എഴുതി നമുക്ക് നമ്മുടെ വാക്യ പിരമിഡിനെ അങ്ങ് പൂർത്തിയാക്കാം. ഇനി അടുത്തതോ? കഹാനി കാ യഹ് അംശ് പഠേ और അനുബന്ധ പ്രശ്നോं के उत्तर लिखे. ഈ ഭാഗത്ത് ഈ പാരഗ്രാഫിനെ വായിച്ചിട്ട് അതിൽ നിന്നും ആവശ്യത്തിനുള്ള നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. और ബേല സാഹിൽ കാ, ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ ഹെ. ഇന്ന് അവസാനമായിട്ടാണ് അവർ തങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനത്തെ പരസ്പരം കൈമാറി നോക്കുന്നത്. തുമാരി ആംഖുമേ ആസു ക്യോ മാരഹേ ഹെ ബേല. നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരെന്താണ് വരുന്നത് ബേല? മുझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा. ബേല പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാം? കണ്ണുകൾ ചിമ്മി തുറന്ന് ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവളെ പറഞ്ഞു. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി തി. സാഹിലിൻ്റെ കണ്ണുകളും ചുവന്ന് ബീർ ബഹൂട്ടിയെ പോലെ ചുവന്ന് തുടുത്തിരുന്നു. और उनमें बारिश की बूंदों सा ही पानी भर गया था. അവൻ്റെ കണ്ണിലും മഴ പെയ്യുന്നത് പോലെ മഴത്തുള്ളികൾ വന്ന് നിറഞ്ഞിരുന്നു. എന്താണ് ഇതിലുള്ളത്? കഹാനിക്ക് അംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഈ കഥയിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് എന്താണ് ശരിയായവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ ഒരു ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായിരിക്കും അത്? സാഹിൽ ഓർ ബേല ബഹുത് ഖുശ് തെ. സാഹിലും ബേലയും വളരെ സന്തോഷത്തിലാണ്. സാഹിൽ ഓർ ബേല രോ രഹേ തെ. സാഹിലും ബേലയും കരയുകയാണ്. സാഹിൽ ഓർ ബേലാക്കോ കോയി ദുഃഖ് നഹി താ. സാഹിലിനും ബേലയ്ക്കും ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. സാഹിൽ ഓർ ബേല ബിഛുഡ്നാ ചാഹത്തെ തെ. സാഹിലും ബേലയും പരസ്പരം വേർപിരിയാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവർ രണ്ടുപേരും ഒട്ടും സന്തോഷവാന്മാരോ സന്തോഷവതികളോ ആയിരുന്നില്ല. അവർ പരസ്പരം കരയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം രണ്ടാമത്തേതാണ്. സാഹിൽ ഔർ ബേല രോ രഹേ ഥേ. രണ്ടാമത്തത് മുझे മേ നിഹിത് സർവനാം കോൻ സാ ഹെ. മുझे എന്നതിൻ്റെ സർവനാമം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. തും, വേ, മേ. ഏതാണ്? മേ ആണ് മുझे എന്നതിൻ്റെ സർവനാമം. തും പ്ലസ് കോ തുംകോ, മേ പ്ലസ് കോ മുझको, വേ പ്ലസ് സേ ഉസ്സേ. അങ്ങനെ വേ പ്ലസ് കെ ഉസ്കെ. ഇവിടെ മേ എന്നതിൻ്റെ മേ പ്ലസ് കോ മുझको, മേ പ്ലസ് മേ മുझ് മേ. അതുകൊണ്ട് തന്നെയും ഇവിടെ സർവനാമം, ഇതിൻ്റെ മുझയുടെ സർവനാമം ഏതാണ്? മേ ആകുന്നു. ഇനി അടുത്തത്
ഇനി അടുത്തത് എന്താണ്? ബേല സെ ബിഛുടനെ കാ കാരൺ സാഹിൽ ബഹുത് ദുഃഖി ഹെ. ബേലയെ വേർപിരിഞ്ഞു പോകുന്നതിൽ സാഹിൽ വളരെയേറെ ദുഃഖിതനാണ്. സാഹിൽ കി അപ്പനെ വിചാരോं को ഡയറി മേ ലിഖ്താ ഹെ. സാഹിൽ തൻ്റെ ഓർമ്മകളെ, തൻ്റെ ചിന്തകളെ, തൻ്റെ സങ്കടത്തെ ഒരു ഡയറിക്കുറിപ്പായി എഴുതുകയാണ്. സാഹിൽ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. സാഹിലിൻ്റെ ആ ദിവസത്തെ ഡയറിയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറി നോക്കാം. സാഹിലിൻ്റെ വിഷമങ്ങൾ നിറഞ്ഞ ഡയറി. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? ഇടത് ഭാഗത്തെ ഡേറ്റ് എഴുതണം. പിന്നെ എഴുതുന്ന ദിവസവും അതിൻ്റെ കൂടെ തന്നെ എഴുതി ചേർക്കുക. അത് നമുക്കിഷ്ടമുള്ള ഒരു ദിവസം. ഇപ്പോൾ ഇതിലുള്ള ഡേറ്റ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. ആജ് പാഞ്ച്വീം കാ റിസൾട്ട് കാ ദിൻ താ. ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു. മേ ഔർ ബേല ഹം ദോനും പാസ് ഹോ ഗയെ. ഞാനും ബേലയും അടുത്തടുത്തിരുന്നു. ലേക്കിൻ മൻ ഉദാസ് ഹെ. പക്ഷേ നമ്മുടെ മനസ്സ് വളരെയേറെ സങ്കടത്തിലാണ്. കൽസെ ബേല സെ മിൽന പാവുക. നാളെ മുതൽ എനിക്ക് ബേലയെ കാണാൻ പറ്റില്ല. അഗലെ സാൽ ബേല രാജകീയ കന്യാ പാഠശാല മേ പഠേഗി. അടുത്ത വർഷം ബേല രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിക്കുക. ഗർവാലെ മുझे അജ്മേർ ഭേജ് देंगे. എൻ്റെ വീട്ടുകാർ എന്നെ അജ്മേറിലേക്ക് അയക്കും. घर से दूर हॉस्टल में अकेला रहना पड़ेगा. വീട്ടിൽ നിന്നും വളരെയേറെ ദൂരെ ഒരു ഹോസ്റ്റലിൽ എനിക്ക് താമസിക്കേണ്ടി വരും. ആജ് തക് ബഹുത് ഖുഷി കെ സാത്ത് ബീത. ഇന്ന് വരെ വളരെയേറെ സന്തോഷത്തോടെയാണ് സമയം ചെലവഴിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞത്. मैं बेला के साथ बारिश में वीर बहुटियों को खोजकर कितने दिन बिताए. മഴക്കാലത്ത് മഴ നനഞ്ഞുകൊണ്ട് ബേലയുടെ കൂടെ വീർ ബഹൂട്ടികളെ പെറുക്കി എത്ര ദിവസം, എത്ര സമയമാണ് ചെലവഴിച്ചത്. കൽസെ മേ കിസ്കെ സാത്ത് ലങ്കടെ കാ ഖേൽ ഖേലും. നാളെ മുതൽ ഞാൻ ആരുടെ കൂടെയാണ് മുടന്ത് കളി കളിക്കുക, ഒറ്റക്കാലിൽ പറന്ന് കളിക്കുക. ബേലാക്കോ ബി ബഹുത് ദുഃഖ് ഹോഗ. ബേലയ്ക്കും വളരെയേറെ സങ്കടമുണ്ടാവും. ക്യാ വാവ് മുझे യാദ് കരോഗി. അവൾ എന്നെ ഇനി ഓർക്കുമോ? मेरा റിപ്പോർട്ട് കാർഡ് देखते समय उसकी आंखों में आंसू भर गए. എൻ്റെ പ്രോഗ്രസ് കാർഡ് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി നോക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചു വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ കരയുകയായിരുന്നു. वह अपनी आँखों के आंसू छिपाने की कोशिश की. അവൾ തൻ്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരിനെ മറച്ചു പിടിക്കാൻ, എൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. ഹം ദോനോ കി ദോസ്തി ഉത്തനി സഖ്ത് തി. ഞങ്ങൾ രണ്ടുപേരുടെയും സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് അത്രയേറെ ആത്മാർത്ഥത നിറഞ്ഞതും അത്രയേറെ തിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ സ്നേഹബന്ധത്തിന്, അവരുടെ സൗഹൃദത്തിന് അത്രയേറെ സത്യസന്ധതയുണ്ടായിരുന്നു. അത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ. അപ്പോൾ ഇതാണ് സാഹിൽ എഴുതിയിരിക്കുന്ന ഡയറി. സാഹിലിൻ്റെ ആ ഡയറിക്കുറിപ്പിൽ അവൻ്റെ ആ ഒരു മുഴുവൻ സങ്കടവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഡയറി എഴുതി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഡയറി എഴുതുന്നത് എങ്ങനെ, എന്തൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് എന്ന്. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മുടെ ആ ദിവസം നടന്ന സംഭവം, അതിനു മുൻപുണ്ടായിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ കൂട്ടിയിണക്കി ഒരു ഡയറി എഴുതുകയാണെങ്കിൽ അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല രസമായിരിക്കും. പിന്നീടുള്ള ഒരു അവസരത്തിൽ ആ ഡയറി എടുത്തു വെച്ച് നിങ്ങളും കൂടെ വായിച്ചു നോക്കുകയാണെങ്കിൽ കാലങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എഴുതിയ ഒരു ഡയറിക്കുറിപ്പ് നമ്മൾ തന്നെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് റിവൈൻഡ് ചെയ്ത് വരാൻ സാധിക്കും. मार साहब के बुरे व्यवहार से बेला बहुत दुखी है. बेला अपने विचारों में डायरी लिखती है. बेला की उस दिन की डायरी लिखे. നമ്മളിപ്പോൾ
പഠിച്ചത് സാഹിലിൻ്റെ ഡയറി. ഇനി പഠിക്കാൻ പോകുന്നത് ബേലയുടെ ഡയറി. എന്താണ് ബേല എഴുതിയിരിക്കുന്നത്? സുരേന്ദ്രനാഥ് സാബ് ബേലയുടെ മുടി പിടിച്ച് വലിച്ചതും ബേലയുടെ നേരെ പുസ്തകം എറിഞ്ഞതും ഒക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടില്ലേ? ആ സംഭവം അവരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ആ ഒരു സങ്കടം നിറഞ്ഞ അവസ്ഥയെ മുൻനിർത്തി അവൾ തൻ്റെ ഒരു ദിവസത്തെ ഡയറി എഴുതുകയാണ്. ഡയറി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇടത് ഭാഗത്ത് എഴുതുന്ന ദിവസത്തെ ഡേറ്റ് ഇടുക, അതിൻ്റെ താഴെ ഏത് ദിവസമാണോ എഴുതുന്നത് അതും എഴുതുക. ഓഹ് ആജ് കാ ദിൻ മേ കേസേ പോലും, ഓ ഇന്നത്തെ ആ ദിവസം അത് ഞാൻ എങ്ങനെ മറക്കും? ഇത്തനാ ബുരാ ദിൻ ജിന്ദഗി മേ പഹ്ലി ബാർ ആയാ ഹെ. ഇത്രയും നശിച്ച ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഗണിത കാ പീരിയഡ് താ, കണക്കിൻ്റെ പീരീഡായിരുന്നു. ക്ലാസ് മേ ആത്തെ ഹി മാഡ് സാബ് കോപ്പി ജാഞ്ചിനെ ലഗെ. ക്ലാസ്സിലെത്തിയതും സാർ എന്ത് ചെയ്തു? കോപ്പി നോക്കാൻ തുടങ്ങി. കോപ്പി ജാഞ്ചത്തെ സമയം മാസ്റ്റർ ജിക്ക് നസർ മുझ पर പടി. കോപ്പി നോക്കുന്നതിനിടയിൽ സാറിൻ്റെ നോട്ടം എൻ്റെ നേരെ വന്നു. മേനെ തോ കോപ്പി ലിഖി തീ, ഞാൻ കോപ്പി എഴുതിയിരുന്നു. ഫിർ ഭി മേ ഭായ് സെ കാംബ് രഹി തീ. എന്നിട്ടും സാറിൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു വിറച്ചുപോയി. ബിനാ കുച്ച് കഹേ മാഡ് സാബ് മേരെ ബാൽ പകഡ്കർ ഫേങ്ക. ഒന്നും പറയാതെ ക്ഷുഭിതനായ സാറ് എൻ്റെ മൂട്ടി പിടിച്ചങ്ങോട്ട് വലിച്ചു. സബ് ബച്ചോं की നസർ മുझ पर പടി. ക്ലാസ്സിലെ ബാക്കി മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധയും എൻ്റെ നേരെയായി. എല്ലാവരും എന്നെ നോക്കി. മേരെ ഭയഭീത് ചെഹരെ കോ ദേക്കർ സാഹിൽ ബുരി തര ഊട്ട് ഗയാത്ത. എൻ്റെ പേടിച്ചു വിറച്ച മുഖഭാവം കണ്ട് സാഹിലും ആകെ പരിഭ്രാന്തനായി. അവനും ആകെ വിഷമിച്ചു. മുझे ऐसा लगा कि अभी गिर जाऊंगी. എനിക്ക് തോന്നി ഞാനിപ്പോൾ വീഴുമോ എന്ന്. कुछ समय के बाद माड साहब ने कॉपी मेरे बैठने के स्थान पर फेंकी. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാറ് ഞാൻ ഇരുന്ന ഭാഗത്തേക്ക് എൻ്റെ കോപ്പി ബുക്കങ്ങ് വലിച്ചെറിഞ്ഞു തന്നു. അവർ മുझसे बैठने को कहा. ആജ്ഞാപിക്കും പോലെ എന്നോട് അവിടെ ഇരിക്കാനും പറഞ്ഞു. മുझे अब भी पता नहीं कि मेरी गलती क्या थी. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ആ ക്ലാസ്സിൽ ചെയ്ത തെറ്റെന്താണെന്ന്. ऐसा अनुभव जीवन में कभी नहीं हुआ है. അതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ബേലയുടെ ഡയറി. ബേല വളരെയേറെ വിഷമത്തോടെ എഴുതിയിരിക്കുന്നതാണ്. ഗണിതാധ്യാപകനായ സുരേന്ദ്ര സാറിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൻ്റെ പേരിൽ അവൾ മനസ്സ് നൊന്ത് എഴുതിയിരിക്കുന്ന ഒരു ഡയറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതുപോലെ തന്നെ വായിച്ച് പഠിക്കുക, ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനാവും. ഇനി അടുത്തത്, क्लास में हुए बुरे अनुभव के जिक्र करते हुए बेला ने अपनी सहेली स्मिता के नाम पर पत्र लिखा. बेला का पत्र लिखे. ബേല ആദ്യം എഴുതിയിരിക്കുന്നത് സ്വന്തം ഒരു ഡയറിയാണ്. ഇപ്പം ബേല എഴുതിയിരിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്നും ആ ഒരു വേദന മാറിക്കിട്ടുന്നില്ല. അധ്യാപകൻ്റെ മുൻപിൽ അപമാനിക്കപ്പെട്ടു പോയത്, അധ്യാപകനാൽ മറ്റു കുട്ടികളുടെ മുൻപിൽ അപമാനിക്കപ്പെട്ടു പോയത്, പ്രത്യേകിച്ച് സാഹിലിൻ്റെ മുൻപിൽ. ആ അവസ്ഥയെ മുൻനിർത്തി അവൾ തൻ്റെ സങ്കടം പങ്കിട്ടുകൊണ്ട് തൻ്റെ കൂട്ടുകാരി സ്മിതയ്ക്കൊരു കത്തെഴുതുകയാണ്. കത്തെഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് ഭാഗത്ത് ഏതാണ് സ്ഥലം എന്ന് എഴുതുക. പ്ലേസ് ആൻഡ് ഡേറ്റ് എന്ന് നമ്മൾ പറയുന്നില്ലേ, സ്ഥലവും ഡേറ്റും എഴുതുക. എന്നിട്ട് എഴുതുന്ന സുഹൃത്ത് ആണാണോ പെണ്ണാണോ ആരായാലും, അച്ഛനോ അമ്മയോ ആൻറ്റിയോ അങ്കിളോ അനുജനോ അനുജത്തിയോ ഏട്ടനോ ഏച്ചിയോ ആരോ ആവട്ടെ, അവരുടെ എഴുതാൻ ഇടത് ഭാഗത്ത് അവരുടെ പ്രിയപ്പെട്ട എന്ന് ചേർത്ത് എഴുതുക. ഇവിടെ എന്താണ്, വലത് ഭാഗത്ത് പതിവ് പോലെ തന്നെ നമ്മൾ സ്ഥലവും ഡേറ്റും എഴുതി കഴിഞ്ഞു. പ്രിയമിത്ര സ്മിത, പ്രിയപ്പെട്ട കൂട്ടുകാരി സ്മിതേ,
നമസ്കാർ. തും കൈസേ ഹോ? നിനക്ക് സുഖം തന്നെയല്ലേ? ടീക്കേനാ? സുഖമല്ലേ? സ്മിത, മുझे കൽ കക്ഷാ മേ ബുരാ അനുഭവ് ഹുവ. സ്മിത, എനിക്ക് ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ നേരിടേണ്ടി വന്ന ഒരു ഭയങ്കര അനുഭവം. അവൾ വളരെ വിഷമിച്ച് ആണ് പറയുന്നത്. ഗണിത് की पीरियड मार्ट साहब क्लास में आते ही कॉपी जांचने लगी. കണക്കിൻ്റെ സാറ് സുരേന്ദ്രൻ സാറ് ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരുടെയും കോപ്പി ബുക്ക് പരിശോധനയാണ് തുടങ്ങി. കോപ്പി ജാഞ്ചത്തെ സമയം മാസ്റ്റർ ജി की नज़र मुझ पर पड़ी. കോപ്പി നോക്കുന്നതിനിടയിൽ മാസ്റ്റർ ജി എന്നെ നോക്കി. मैंने तो कॉपी लिखी थी. ഞാൻ പക്ഷേ കോപ്പി എഴുതിയിരുന്നു. फिर भी मैं भय से कांप रही थी. സാറിൻ്റെ ആ തുറിച്ചു നോട്ടവും ദേഷ്യഭാവവും ഒക്കെ കണ്ടപ്പോൾ എനിക്കാകെ പേടി തോന്നി. മാട്ട് സാബ് ബിനാ കുച്ച് കഹേ മേരെ ബാൽ പകട് കർ ഫേങ്ക. ഒന്നും പറയാതെ ഒരു കാരണവുമില്ലാതെ എൻ്റെ മുടി പിടിച്ചങ്ങ് വലിച്ചു. സാബ് ബച്ചോं की नज़र मुझ पर पड़ी. മുഴുവൻ കുട്ടികളും എൻ്റെ നേരെ തന്നെ നോക്കി. कुछ समय के बाद माट साहब ने कॉपी मेरे बैठने के स्थान पर फेंकी. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാട്ട് സാബ് എന്ത് ചെയ്തു? ആ കോപ്പി ബുക്ക് ഞാൻ ഇരുന്നതിൻ്റെ നേരെ വലിച്ചിങ്ങ് എറിഞ്ഞു തന്നു. അവർ മുझसे बैठने को कहा. ആജ്ഞാപിക്കും പോലെ എന്നോട് അവിടെ ഇരിക്കാനും പറഞ്ഞു. मुझे अब भी पता नहीं कि मेरी गलती क्या थी. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് തെറ്റാ ആ ക്ലാസ്സിൽ ചെയ്തത്. തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ടും സാറത്തെ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചു. ഇത്തന ബുരാ അനുഭവം ജിന്ദഗി മേ കഭി നഹി ഹുവ. ഇത്രയും ഒരു വിഷമിച്ച സംഭവം, ഇത്രയും ഒരു സങ്കടം നിറഞ്ഞ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. സ്മിത, अभी भी मुझे बहुत दुख है. अगले छुट्टी के दिनों में देखेगा. സ്മിതയോട് പറയുകയാണ്. അതോർത്ത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതെൻ്റെ മനസ്സിൽ നിന്നും മായുന്നേയില്ല. അകലെ ചുട്ടിക്ക് ദിനമേ മിലേക. നമുക്ക് അടുത്ത ലീവുള്ള ദിവസം കാണാം. തുമാരാ മിത്ര. അപ്പോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് നിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോ അല്ലെങ്കിൽ നിർത്തട്ടെ സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞ് നമുക്കതങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഒരു കത്ത്. നമ്മളിപ്പോൾ 2 ഡയറിയും ഒരു പത്രവും ഒരു വാക്യ പിരമിഡും ഒരു സർവനാമവും ഒരു ചോദ്യോത്തരവും പഠിച്ചു. അതായത് 4 ഓപ്ഷനിൽ നിന്നും ഒരു ഉത്തരം കണ്ടെത്തി എഴുതി. അപ്പോൾ നമ്മുടെ ബീർബഹൂട്ടി എന്ന പാഠഭാഗത്തിൽ ഇനി ഇതിൽ കൂടുതൽ ഇനി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഈ പാഠഭാഗത്തൊന്നുമില്ല. ഒരു തവണയല്ല, ഇത് 2-3 തവണയായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ആദ്യം ഹിന്ദി വായിച്ചു, അതിൻ്റെ മലയാളാശയം പറഞ്ഞു, അർത്ഥവും ചോദ്യോത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഇതിൻ്റെ മലയാളം ആശയം പൂർണ്ണമായും പറഞ്ഞു തന്നു. പരീക്ഷാ സംബന്ധമായി വരാവുന്ന ഏകദേശം ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചു. ഒരു പാഠഭാഗത്ത് ഇതിൽ കൂടുതലൊന്നും ഒരാൾക്കും പറഞ്ഞു തരാനുണ്ടാവില്ല. അത്രയും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പാഠഭാഗത്തെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ വളരെ വളരെ നന്നായി വായിക്കുക. എന്താണോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഓരോ ദിവസവും എടുത്തേച്ചൊരുതോ 1-2 തവണ നമ്മൾ വായിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ പാഠഭാഗവുമായിട്ടൊരു നല്ലൊരു അർത്ഥബന്ധം വരും. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കത് എഴുതാൻ സാധിക്കും. ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം നിങ്ങൾക്കൊപ്പം എത്താനാണ് എനിക്കും ഇഷ്ടം. കൂടുതൽ എടുത്ത് ഓടി എല്ലാ പാഠവും കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലങ്ങ് തരണമെന്ന് ഒരാഗ്രഹവും ഒരാവശ്യവും എനിക്കില്ല. നിങ്ങൾ കുട്ടികളുടെ കൂടെ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ. ഇപ്പോൾ 1ാമത്തെ പാഠം ഒരുവിധം മിക്ക സ്കൂളുകളിലും കഴിഞ്ഞു. പിക്ചേഴ്സിലെ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിലെ ടീച്ചേഴ്സുകളൊക്കെ 1ാമത്തെ പാഠമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വർക്കുകളൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹായി എന്ന നിലയിൽ ഈ ചാനലിലെ എൻ്റെ ഈ വീഡിയോ കാണുക. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളത്
നിങ്ങൾക്ക് അഥവാ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇത് എത്താൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ദിവസം, അതായത് ഹതാശ സേ ഏക വ്യക്തി ബഡ് ഗയാ താ എന്ന നമ്മുടെ പാഠഭാഗത്തെ ഞാൻ ആദ്യം ഇതിൻ്റെ കവിതയും അതിൻ്റെ പരിഭാഷയും അതിൻ്റെ തർജ്ജമയും ഒക്കെ ഞാൻ ചെയ്തു തന്നു. ഇതിൽ ഉള്ളത് വിനോദ് കുമാർ ശുക്ലയും നരേഷ് സക്സേനയുമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ ഭാഗത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ മലയാളം ആശയം മാത്രം തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഒന്നാമത്തെ പാഠഭാഗം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നന്നായി വായിക്കുക. ഒന്നാമത്തേത് മാത്രം പോരാ, എല്ലാ ഭാഗവും വായിക്കണം. അപ്പോൾ ഒന്നാമത്തേതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ ഒരു 5-6 തവണ നമ്മൾ വായിച്ചു കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ മലയാളം ആശയം മാത്രമുള്ള വീഡിയോ കേട്ട് ആദ്യം കേൾക്കുക. അതിൻ്റെ കൂടെ ഹിന്ദിയിലും പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഭാഗങ്ങൾ കേൾക്കുക. അപ്പോൾ 2 വീഡിയോയും കൂടെ ഒന്നിച്ച് വെച്ച് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാഠഭാഗത്തിൽ നിന്നും മാക്സിമം നിങ്ങളുടെ സംശയം മാറിക്കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി കാണാം. ഹതാശ സേ ഏക വ്യക്തി ബൈഠ് ഗയാ താ എന്ന പാഠത്തിൻ്റെ പരീക്ഷാ സംബന്ധമായ അർത്ഥവും ചോദ്യോത്തരങ്ങളും വ്യാകരണങ്ങളുമൊക്കെയായി നമുക്ക് വീണ്ടും കാണാം. ബൈ.